ഈ കൊള്ളയുടെ പശ്ചാത്തലം പരിശോധിച്ചു നോക്കിയാൽ ഗവൺമെന്റ് എടുത്തിരിക്കുന്ന, പ്രത്യേകിച്ച് CPM എടുത്തിരിക്കുന്ന നിലപാട് ശബരിമലയുടെ വിശ്വാസത്തിന് വിരുദ്ധമാണ്, അയ്യപ്പ സങ്കല്പത്തിനെതിരായിട്ടുള്ളതാണ്. ഏറ്റവും അവസാനമാണ് സ്വർണ്ണക്കൊള്ള വന്നത്. സ്വർണ്ണക്കൊള്ള വന്നപ്പോ നിഷ്പക്ഷമായി അന്വേഷണം നടത്തണമെന്ന് ബഹുജനങ്ങൾ എല്ലാവരും ഒരുമിച്ച് ആഗ്രഹിച്ചിരുന്നതാണ്. പക്ഷെ ഗവൺമെന്റ് അതിന് വഴങ്ങാതിരുന്നത് കൊണ്ട് ഹൈക്കോടതിയുടെ ഇടപെടൽ വന്നു. ഹൈക്കോടതി സുമോട്ടോ കേസ് ആദ്യം എടുത്തു. ആ അന്വേഷണത്തിന്റെ ഒരു ഘട്ടത്തിൽ SIT ഹൈക്കോടതിയെ തന്നെ നിയോഗിച്ചു. ആ അന്വേഷണം മുന്നോട്ട് പോകുമ്പോഴാണ് ഈ നിലയിലേക്കുള്ള പുതിയൊരു ഡെവലപ്മെന്റ് വന്നത്. അന്വേഷണം നിഷ്പക്ഷമായി നീതിപൂർവമായി മുന്നോട്ട് നീങ്ങണം തന്നെയാണ് ജനങ്ങളുടെ പൊതു ആവശ്യം. ഇവിടെ വ്യക്തികൾ പ്രശ്നമേയല്ല. അതേസമയം ഈ കൊള്ളയ്ക്ക് ആധാരമായി എല്ലാ കാര്യങ്ങളും ബഹുജനങ്ങളുടെ മധ്യത്തിലേക്ക് എത്തണം. ഇപ്പോഴിവിടം വരെയേ എത്തി നിൽക്കുന്നുള്ളൂ. ഇനിയും എന്തൊക്കെ എന്നുള്ളതിനെ കുറിച്ച് ഈ അന്വേഷണ സംഘം മുന്നോട്ട് പോയേ മതിയാകൂ. ഹൈക്കോടതിയും അക്കാര്യത്തിൽ നല്ല സർവൈലൻസ് കാണിക്കണം എന്നുള്ളതാണ് എന്റെ അഭ്യർത്ഥന. അല്ല, ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ പ്രത്യേക അന്വേഷണത്തിന്റെ കേസിൽ അന്വേഷണം അത് എങ്ങനെയുണ്ട്? കോൺഗ്രസ് അതിനെ എങ്ങനെ നോക്കിക്കാണുന്നത്? തൃപ്തികരമാണോ അന്വേഷണം? അന്വേഷണം മുന്നോട്ട് പോകട്ടെ. കാരണം അന്വേഷണത്തിന്റെ മധ്യത്തിലേ എത്തിയിട്ടുള്ളൂ. ഇനിയും അന്വേഷണം മുന്നോട്ട് പോകണമല്ലോ. ഈ അന്വേഷണം ഇവിടെ പോയി ലാൻഡ് ചെയ്യുന്നു എന്നുള്ളിടത്താണ് നമ്മുടെ അഭിപ്രായം പറയേണ്ടി വരിക. അന്വേഷണത്തിന്റെ ഒരു ഘട്ടത്തിൽ എത്തിയപ്പോഴെല്ലാം പൂർണ്ണമായി തൃപ്തിയായി, ഇനിയൊന്നും കുഴപ്പമില്ല എന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ? അതുകൊണ്ട് അന്വേഷണം മുന്നോട്ട് പോകട്ടെ, നല്ല ശക്തിയായ രൂപത്തിൽ മുന്നോട്ട് പോകട്ടെ. കുറ്റക്കാരാരായാലും ശരി, അവർക്കെതിരായിട്ടുള്ള നടപടിയുമായി നീങ്ങട്ടെ. ഈ അന്നത്തെ ദേവസ്വം മന്ത്രി നിലവിൽ ദേവസ്വം ബോർഡ് അംഗങ്ങളെയും പ്രസിഡന്റിനെയുമാണ് പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അവരെയാണ് ചോദ്യം ചെയ്യാൻ ഈ അന്വേഷണ സംഘം വിളിച്ചു വരുത്തിയിരിക്കുന്നത്. അപ്പോൾ കോൺഗ്രസ് നേരത്തെ പറഞ്ഞിരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അന്നത്തെ ദേവസ്വം മന്ത്രി അടക്കം ചോദ്യം ചെയ്യണം എന്നൊരു നിലപാട് കോൺഗ്രസ് സ്വീകരിച്ചിരുന്നു. താങ്കൾ അത് സ്വീകരിക്കുന്നുണ്ടോ? മന്ത്രിയായി പോയത് കൊണ്ട് മാത്രം നടപടിയെടുക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയല്ല. ഈ അന്വേഷണത്തിന് ഏത് ഘട്ടത്തിലെത്തുമ്പോഴും ഇതുപോലുള്ള പ്രധാനപ്പെട്ട ആളുകളുണ്ട് എങ്കിൽ അവരെ സ്പെയർ ചെയ്യരുത്, അവർക്ക് പരിരക്ഷ കൊടുക്കരുത്. അതേസമയം തന്നെ കുറ്റം തെളിയിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിയുമായി മുന്നോട്ട് പോകണം. വ്യക്തിയല്ല ഇവിടെ പ്രശ്നം, അവർ ചെയ്തിട്ടുള്ള തെറ്റുകളാണോ, ആ തെറ്റുകളിൽ പറ്റത്തക്ക വിധത്തിലുള്ള നടപടികളാണോ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ബഹുജന സമക്ഷത്ത് കൊണ്ടുവരേണ്ടത്. അതാണ് ആളുകൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്.